ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ ഒരു മനുഷ്യനെ ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അയാൾ ക്ഷണം സ്വീകരിക്കുന്നുമുണ്ട്. പക്ഷേ ഉപാധികളോടെയാണ് സ്വീകരിക്കുന്നത്. അയാളുടെ ഉപാധി ന്യായമാണ്. മരിച്ചുപോയ തൻ്റെ പിതാവിൻ്റെ സംസ്കാരം നടത്തിയിട്ട് ഞാൻ വരാം. മരിച്ചുപോയ പിതാവിനെ സംസ്കരിക്കുക എന്ന് പറയുന്നത് വളരെ കർശനമായൊരു നിയമത്തിൻ്റെ പാലനത്തിൻ്റെ ഭാഗമാണ്. പുത്രൻ്റെ കടമയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന 10 കൽപ്പനകളിൽ ഒന്നാണ്. പക്ഷേ ഈശോ പറയാണ്, മരിച്ചവർ അവരുടെ മൃതരെ സംസ്കരിക്കട്ടെ, നീ എന്നെ അനുഗമിക്കുക. മനസ്സിലാക്കാൻ പ്രയാസമുള്ള വചനമാണ്. ഒറ്റനോട്ടത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന പ്രധാനമായ കൽപ്പന ലംഘിക്കാനാണ് ഈശോ പറയുന്നതെന്ന് തോന്നും. മരണമടഞ്ഞ പിതാവിനെ സംസ്കരിക്കണം, 6 ദിവസത്തെ ദുഃഖാചരണം നടത്തണം, അതിനുശേഷമൊക്കെ പുറത്തേക്ക് പോകാനും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാനും ഒരു പുത്രന് സാധിക്കുകയുള്ളൂ എന്നുള്ളത് അവിടെ നിലവിലിരിക്കുന്ന നിയമം തന്നെയാണ്. ഈശോ പറയാണ്, ആധ്യാത്മികമായി മരിച്ചവരുണ്ടല്ലോ, മൃതർ, അവർ പോയി ഭൗതികമായി മരിച്ചവരെ സംസ്കരിക്കട്ടെ. അതായത് വിളി തിരസ്കരിച്ചവരും സവിശേഷമായ വിളി ലഭിക്കാത്തവരും അവരൊക്കെയാണ് ഈ മൃതർ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെടുന്നവർ. ഇപ്പം മൃതസംസ്കാരം പോലുള്ള കാര്യങ്ങൾ ലൗകികമാണ്, ഭൗതികമാണ്, അത് അവർ ചെയ്യിക്കട്ടെ. നിലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് സവിശേഷമായൊരു വിളിയാണ്. അത് ആധ്യാത്മികമായ ഒരു തലമാണ്, ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. തടസ്സങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ശിഷ്യത്വം സ്വീകരിക്കാനാവില്ല. വിളി എപ്പോൾ ലഭിക്കുമെന്ന് അറിയാനും പറ്റില്ല. വിളി ലഭിക്കുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് വിളി സ്വീകരിക്കുക. വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് അനുഗമിക്കേണ്ടത്. ആമേൻ.